എടാ നീലാംബര, ഇന്ന് അവൾ എന്റെ സ്വപ്നത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ആര്? മല്ലികേ? ആ കുട്ടി. ആഹാ, എന്നിട്ട് ആ കുട്ടിയെ നീ കണ്ട? അതെങ്ങനെയാ? അപ്പോഴേക്കും വിളിച്ചുണർത്തിയില്ലേ നിന്റെ മല്ലിക? വിളിച്ചുണർത്തിയാ? അപ്പൊ നീ ഉറക്കത്തിലായിരുന്നാ? പിന്നെ എങ്ങനെ കാണും? എടാ ഞാൻ കണ്ടത് സ്വപ്നമല്ലേ? സ്വപ്നം കാണുന്ന ഉറക്കത്തിലല്ലാണ്ട് പിന്നെ ഉണർന്നിരിക്കുമ്പോഴാ? എടാ സ്വപ്നത്തിലും ഉണർന്നിരിക്കണം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഒരു കാമുകൻ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. എടാ മസ്തിഷ്കം മസ്തിഷ്കം. ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. ആഹാ, ആ കുട്ടി വന്നിട്ടുമില്ല. ആ പിന്നെ എങ്ങനെ കാണാനാണ്? ഇപ്പൊ ഞാൻ തല്ലിയിട്ടുമില്ല. ആ ഇങ്ങനെ മനസ്സിലാവുന്നു. എത്തി പറ. എവിടെ പോയി ബോഡിഗാർഡ്? ലേഡീസ് ഹോസ്റ്റലിലേക്ക്. ലേഡീസ് ഹോസ്റ്റലിലേക്കോ? എന്തിന്? കോളേജിലെ ഏതോ പെൺകുട്ടി ബോഡിഗാർഡിന് പതിവായി ഫോണിൽ വിളിക്കാറുണ്ടത്രേ. അതാരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ലേഡീസ് ഹോസ്റ്റലിലേക്ക് പോയിരിക്കാം. കൂടെ നീലാംബരേട്ടനും ഉണ്ട്. എടാ അവൾ ഈ ഫോണിൽ വിളിക്കട്ടെ, അപ്പൊ ഞാൻ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കാം. ആ സമയത്ത് നീ ഹോസ്റ്റലിന്റെ അകത്ത് കയറണം, ആരും കാണരുത്. എന്നോട് ഫോണിൽ സംസാരിക്കുന്ന പെണ്ണ് ആരാന്ന് നിനക്ക് കണ്ടുപിടിക്കാലോ. അപ്പൊ ഞാൻ കണ്ടുപിടിച്ചാ നിനക്ക് കണ്ടുപിടിക്കണ്ടേ? വാ. എടാ അപ്പൊ അവളോട് ഇവിടുന്ന് ഫോണിൽ ആരും സംസാരിക്കും? അതിനോട് ഒരാളെ പറയാം നമുക്ക്. റൂം നമ്പർ ചോദിക്കും, ഞാൻ അങ്ങോട്ട് പോയി കണ്ടുപിടിക്കാം. വേണ്ട, ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്ന കാര്യം പോലും അവളോട് പറയണ്ട. ഓൾ ദ ബെസ്റ്റ്. ഹലോ, ഇതെന്താ കാലത്ത് ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ മുന്നിൽ വന്നു നിന്ന് പരുങ്ങണേ? അയ്യോ, കുട്ടി ഈ ഹോസ്റ്റലിലാണോ താമസിക്കുന്നത്? ഞാൻ അറിഞ്ഞിട്ട് വന്നൊന്നുമല്ല കേട്ടോ. ഏതാ റൂം നമ്പർ? ഈ വേലകളൊക്കെ മനസ്സിലിരിക്കട്ടെ. ഫോൺ നമ്പറും റൂം നമ്പറും ഒക്കെ അറിഞ്ഞാ പിന്നെ എന്നെ എളുപ്പം കണ്ടുപിടിക്കാലോ അല്ലേ? ഓ, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. എങ്കിൽ പറയണ്ട, പറയണ്ടേ, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ആളെ കിട്ടി. എന്നെ പോലെ വെളുത്ത പെണ്ണ്, കറുത്ത ചുടിദാർ. വെളുത്ത പെണ്ണ്, കറുത്ത ചുടിദാർ. വെളുത്ത പെണ്ണ്. ഇവളും സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ രണ്ടുപേരിൽ ഒരുത്തിയാണ്. ഇതേതാണ് അവ റൂം നമ്പർ? അതാദ്യം കണ്ടുപിടിക്കാം. എല്ലാവരും അവിടെ. അപ്പോ നല്ല രസമായിരിക്കും അല്ലേ? ഇവളും സംസാരിക്കുന്നുണ്ടല്ലോ. ഇനി ഇവളായിരിക്കും. ദൈവമേ, ഇവളുമാരെല്ലാരും അവനോടാണ് സംസാരിക്കുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? കള്ളനി കയറിയാ? കള്ളനി കയറാൻ കണ്ട സമയം ഇവരെന്താ ബൗൾ ചെയ്യണം? അയ്യോ വീഴല്ലേ, നേരത്തെ താഴെ വീണു. ഓടിവായോ, ഓടിവായോ, എന്നെ അടിക്കല്ലേ പറയണേ. ഞാൻ കള്ളനല്ലേ. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. എന്നെ ഇങ്ങോട്ടാണ് കൊണ്ടുപോണത്. ഇനി അല്ല കൊണ്ടുപോകണം. ഏതൊരു പ്രാന്തം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഓ ശരി, വെക്കട്ടെ. ഞാൻ വൈകിട്ട് വിളിക്കാം. ഏയ് വെക്കല്ലേ വെക്കല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ശരിയാ. അയ്യോ നീലേന്ദ്രൻ, വൈകിട്ട് വിളിക്കണേ. ദൈവമേ, എല്ലാവരും മുമ്പിൽ തന്നെ ഇരിപ്പുണ്ടല്ലോ. പിടിച്ചു വലിക്കല്ലേ, വിജാവരിയൊക്കെ വിട്ടിരിക്കുകയാണ്. ഒന്നങ്ങടെ വിട്ടു പറയാം. കുഴപ്പമൊന്നുമില്ല, ഒന്ന് വീണതാ. കൈ വീണതാ. അതെ, കോളേജ് കുട്ടികളുടെ 10-40 പേരെങ്കിലും കാണും ഇല്ലേ ജയകൃഷ്ണൻ സാർ? വെറും 3-4 പേരെ ഉണ്ടായുള്ളൂ. അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും. ആദ്യത്തെ അടി കാരണത്തായിരുന്നേ, അതോടെ ഒരാളെ 10 ആയിട്ട് കാണാൻ തുടങ്ങി. പിന്നെ വീണതാന്ന് പറഞ്ഞു? അതെ, അടി തെറ്റി വീണതാ. എവിടെന്ന്? ഒറ്റടിയും തെറ്റിയിട്ടില്ല. എല്ലാം കൃത്യമായിട്ട് മർമ്മത്ത് തന്നെ കൊണ്ട്. പിന്നെ ഞാൻ ശരീരം കൊണ്ടെല്ലാം തടുത്തത് കാരണം ഒന്നും പാഴായില്ല. ദൈവമേ, അപ്പൊ തല്ലി കിട്ടിയതാ? വീണതൊന്നും അല്ലല്ലേ? വീണ് ഞാൻ എല്ലാവരുടെ കാലയിൽ വീണ്. അതോടെ അടി നിർത്തി. പിന്നെ ചവിട്ടു തുടങ്ങി. എന്തിനാ പോയി തല്ലി മേടിച്ചേ? ആര് മേടിച്ച്? അവര് തന്നതല്ലേ. ആ സമയത്ത് ജേഷൻ ഉണ്ടായിരുന്നില്ലേ കൂടെ? അപ്പൊ എനിക്കൊരു ഫോൺ വന്നു, അതിന്റെ ഇടയിൽ. ആ ഒരു ഫോണാണ് എനിക്ക് ഈ തല്ല് മുഴുവനും മേടിച്ചു തന്നത്. മല്ലികേ, ഇത്തിരി വെള്ളം ചൂടാക്കിയേ, എന്നെ ഒന്ന് പുഴുകിയെടുക്കട്ടെ. ആ ഫോൺ ആരുടെയാണെന്ന് കണ്ടുപിടിച്ച എനിക്ക്